ഹായ് അസ്സലാമലൈക്കും. കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നാൽ നമുക്ക് ഇവിടെ നിന്നില്ലാത്ത മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ മടിയായിട്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഇന്നിപ്പോൾ ഇതാ നമ്മൾ ഒരു പർച്ചേസിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കൊരു ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ബേബി ഗേളാണ്, നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മളെ കസിൻക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയി. ഹാപ്പൻ ഹോപ്പ് എന്നുള്ള ഷോപ്പിലാണ് കയറിയത്, അടുത്ത് തന്നെ ഉള്ളത്. അവിടെ കയറി അതേ കളക്ഷൻസ് ഒന്നും ഉണ്ടായില്ലേ, കൊന്നൊരു പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമല്ലേ, അല്ലാണ്ട് കളക്ഷൻസ് ഒന്നും ഇല്ല. അതായത് നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒരു ഏതാണ്ട് ഓക്കെ തോന്നിയത് എടുത്ത് അവിടെ നിന്ന് നേരെ മിർസാൻക്ക് റെയിൻ കോട്ട് എടുക്കാനാണ് പോയത്. പക്ഷേ റെയിൻ കോട്ട് ഇട്ടൊക്കെ എൻ്റെ മോൻ സമ്മതിച്ചില്ല. അപ്പോൾ അതും ഫ്ലോപ്പായി. നേരെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാണ്ടായിരുന്നു, ഫ്രൂട്ട്സൊക്കെ വാങ്ങി. പിന്നെ പുറത്തിറങ്ങിയാൽ നമുക്ക് ഫുഡ് കഴിക്കൽ ഫറലാണല്ലോ. കഴിക്കാണ്ട് വീട്ടിൽ പോയാൽ നമുക്കൊരു മനസ്സിനൊരു ഇടങ്ങേറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് അടുത്തുള്ളൊരു ബേക്കറി കയറി എഗ് പഫ്സും ലൈമും ഒക്കെ കഴിച്ച് മോനിക്കൊരു കേക്കും വാങ്ങിക്കൊടുത്ത് അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ കഴിച്ചതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിൽ പോവാണ്. ഭാഗ്യത്തിന് മഴ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഫുൾ ഡേ അന്ന് മഴയായിരുന്നു. ഫുൾ മഴക്കാറൊക്കെ ആയിരുന്നു, റോഡിലൊക്കെ ഫുൾ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിട്ടില്ല. മഴയാണെങ്കിൽ മക്കളായിട്ട് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ചളിയും പിളിയും ഇവരെ അടുത്ത് നടക്കലും ഒക്കെ ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഓരോ തവണ നാട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, പുതിയ മാറ്റങ്ങളാണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത്. കുറേ പുതിയ ഷോപ്സ് ഉണ്ടാവും, പുതിയ കുറേ കടകളൊക്കെ തുറന്നിട്ടുണ്ട്, ഡ്രസ്സിൻ്റെ ഫുഡിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ വീടെത്തി